രാവിലെ തന്നെ ഇറങ്ങുന്നത് റെയിൻകോട്ടൊക്കെ ഇട്ട് ക്യാമറയ്ക്ക് ക്ലീൻ റാപ്പൊക്കെ ചുറ്റി, എന്നിട്ട് ഈ ക്യാമറയെ പിടിച്ചിട്ടാണ് നമ്മൾ മഴയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് ഫോട്ടോഗ്രാഫി അറിയുന്നവർക്കറിയാം 15-20 ഒക്കെ ആണ് ഷട്ടർ സ്പീഡ്. ഈ ഷട്ടർ സ്പീഡിൽ അത്രയും തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പിന്നെ പടം എടുക്കണം. അപ്പോൾ അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ആ പടം എടുത്തത്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണത്, ഇന്നെങ്കിലും ഒരു പടം കിട്ടണമെന്നുള്ളതിന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഒരു 6:30 ആയപ്പം പാക്കപ്പ് ടൈമിൽ ഇവർ എനിക്ക് വേണ്ടി പോസ് ചെയ്ത് തന്നു. അങ്ങനെ കിട്ടിയതാണ്. അത് കണ്ട ഉടനെ തന്നെ പൃഥ്വിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്, അത് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പൃഥ്വിരാജ് തന്നെ ആ ലാപ്ടോപ്പും കൊണ്ട് നേരെ സന്തോഷ് സാറിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. ആ ഒരു ഹാപ്പിനെസ് അത് പിന്നെ ത്രൂ ഔട്ട് എനിക്കൊരു എനർജിയായി. രാജുവായിട്ട് നല്ല ബന്ധമായി. രാജുവിൻ്റെ കല്യാണമൊക്കെ എന്നെ വിളിച്ചാണ് ചെയ്യിച്ചത്. 1992 വയനാട്ടുകാരനായ അലി അക്ബർ സംവിധാനം ചെയ്ത മുഖമുദ്ര എന്ന സിനിമയിലൂടെ പോൾ ബത്തേരി എന്ന പേര് മലയാള പ്രേക്ഷകർ, പ്രത്യേകിച്ച് വയനാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. തുടർന്ന് അങ്ങോട്ട് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ 160-ലധികം സിനിമകൾക്ക് നിശ്ചല ഛായാഗ്രഹണം നിർവഹിച്ച പോൾ ബത്തേരി എന്ന കേരളത്തിലെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട സിനിമാ ഫോട്ടോഗ്രാഫറുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. മലയാള സിനിമയിലേക്ക് വയനാട്ടുകാരൊന്നും അങ്ങനെ കൂടുതലായിട്ട് പോകാത്തൊരു കാലത്തിലാണ് പിന്നെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് ചെതലയം എന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് പോളേട്ടൻ മലയാള സിനിമയിലേക്ക് മെല്ലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് എത്തിച്ചേരുന്നത്. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം? സിനിമയുടെ ആഗ്രഹമായിരുന്നില്ല ആദ്യം എനിക്ക് പിന്നെ ചിത്രകലയായിരുന്നു. ചിത്രകലയിൽ ഉള്ള താല്പര്യം വെച്ചിട്ട് ഞാൻ യൂണിവേഴ്സൽ ആർട്സിൽ ആണ് ആദ്യം പോയി ചേർന്നത്. അവിടുന്ന് പഠിച്ച്, അപ്പം സിനിമയ്ക്ക് വിഷ്വലാണല്ലോ സിനിമയുടെ മെയിൻ ഘടകം. അപ്പോൾ ചിത്രകലയും ഈ വിഷ്വൽ മീഡിയയിൽ പെട്ടതായതുകൊണ്ട് ഫ്രെയിമിൻ്റെ കോമ്പോസിഷനും കളറിങ്ങും അത് അങ്ങനെയുള്ള കാര്യങ്ങളും ലൈറ്റിങ്ങും ഇതെല്ലാം ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ വഴിക്ക് അത് പിന്നെ ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ KGCA കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, പഠിക്കണം, സിനിമോഗ്രാഫി പഠിക്കണം എന്നൊക്കെയായി. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് ഇപ്പം നമുക്ക് കഴിയാവുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സൽ ആർട്സിൽ പോയി പഠിച്ചു. അവിടെ ഒരു വർഷം അവിടെ കോഴ്സ് ചെയ്തു. പിന്നെ നമ്മുടെ സാറായിരുന്ന ജയൻ ചെമ്പഴന്തിയോടൊപ്പം ഒരു 10-30 പടത്തിൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തു. അതിനുശേഷം ഇൻഡിപെൻഡൻ്റായി ഒരു 95-ലൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് പുതിയ പടത്തിലേക്ക് വന്നു. അങ്ങനെ തുടർന്നു പോയി. സിനിമയൊക്കെ പ്രത്യേകിച്ച് എറണാകുളമൊക്കെ ബേസ് ചെയ്തായതുകൊണ്ട് അവിടെയൊക്കെ പോയി എത്തിപ്പെട്ട് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിനൊക്കെ എങ്ങനെ മറികടന്ന് അങ്ങോട്ട് പോയി അതിന് പ്രചോദനം കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്? അത് നമ്മുടെ ബത്തേരിയിലെ മാർബേസിലും സന്തോഷമൊക്കെ പോയിട്ട് നമ്മൾ മുൻനിര സീറ്റിൽ ഇരുന്നിട്ട് ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ആ സിനിമ മോഹം തന്നെയാണ് സിനിമയിലേക്ക് എത്തിച്ചത്. എല്ലാവരെയും പോലെ ഏതാണ്ട് 160-ലധികം സിനിമകൾക്കാണ് പോളേട്ടൻ നിശ്ചല ഛായാഗ്രഹണം സ്റ്റിൽ ഫോട്ടോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളത്. പ്രണയമീനുകളുടെ കടൽ, എന്ന് നിന്റെ മൊയ്തീൻ, ഉറുമി, CBI ഡയറിക്കുറിപ്പിൻ്റെ 2, 3, 4 ഭാഗങ്ങൾ അല്ലേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മമ്മൂട്ടിയുടെ കാഴ്ച അടക്കമുള്ള നിരവധി സിനിമകൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ച പല സിനിമകൾക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളത് പോളേട്ടനാണ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് സംതൃപ്തിയോടുകൂടി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ സംവിധായകരെ, അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുത്ത് പറയാറുണ്ട്? എനിക്ക് പോസ്റ്റർ ഡിസൈനിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, എല്ലാം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉറുമിയുടെ ഫോട്ടോസായിരുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്ത് തന്നെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഒരു 15 ദിവസം പൂനെക്ക് ഉള്ളിലെ ഒരു സ്ഥലത്തായിരുന്നു. 15 ദിവസത്തോളം ത്രൂ ഔട്ട് മഴ പെയ്യുന്ന ടൈമായിരുന്നു. ത്രൂ ഔട്ട് മഴ പെയ്യും, ഷൂട്ട് ചെയ്യുന്നിടത്ത് മാത്രം. രാവിലെ തന്നെ ഇറങ്ങുന്നത് റെയിൻകോട്ടൊക്കെ ഇട്ട് ക്യാമറയ്ക്ക് ക്ലീൻ റാപ്പൊക്കെ ചുറ്റി, എന്നിട്ട് ഈ ക്യാമറയെ പിടിച്ചിട്ടാണ് നമ്മൾ മഴയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് ആദ്യത്തെ ദിവസമൊന്നും സന്തോഷ് സാറിന് ഒക്കെ പൃഥ്വിക്കൊക്കെ ഒരു പടം കാണിച്ചു കൊടുക്കാൻ എൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഏകദേശം 6:30 ഭയങ്കര മിസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ ഏറ്റവും കുറഞ്ഞ ഷട്ടർ സ്പീഡ്, അത് ഫോട്ടോഗ്രാഫി അറിയുന്നവർക്കറിയാം, 15-20 ഒക്കെ ആണ് ഷട്ടർ സ്പീഡ്. ഈ ഷട്ടർ സ്പീഡിൽ അത്രയും തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട്
പിന്നെ പടം എടുക്കണം. അപ്പോൾ അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ആ പടം എടുത്തത്. പടം എടുത്ത് അത് അന്ന് വൈകിട്ട് തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് അതിൻ്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടിയും കൂടിയിട്ട് പിന്നെ സന്തോഷ് സാറും പൃഥ്വിരാജും താമസിക്കുന്ന ഹോട്ടലിൽ പോയി അത് കാണിച്ചു കൊടുത്ത് അത് കണ്ട ഉടനെ തന്നെ പൃഥ്വിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് അത് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പൃഥ്വിരാജ് തന്നെ ആ ലാപ്ടോപ്പും കൊണ്ട് നേരെ സന്തോഷ് സാറിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ സന്തോഷ് സാറ് പറഞ്ഞു ഞാൻ ആദ്യം കാണിച്ചത് സാറിനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഞാനത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രാജുവിനെ കാണിച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു ഹാപ്പിനെസ് അത് പിന്നെ ത്രൂ ഔട്ട് എനിക്കൊരു എനർജിയായി. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണത് ഇന്നെങ്കിലും ഒരു പടം കിട്ടണമെന്നുള്ളതിന്. അപ്പം രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഒരു 6:30 ആയപ്പം പാക്കപ്പ് ടൈമിൽ ഇവർ എനിക്ക് വേണ്ടി പോസ് ചെയ്ത് തന്നു. അങ്ങനെ കിട്ടിയതാണ് ഒരു ആ പടം കൊണ്ടുപോയിട്ട് ഇപ്പോൾ രാജുവിനെ കാണിച്ചപ്പോൾ തന്നെ രാജു ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കണ്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷോട്ടാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഉറുമിയിൽ എനിക്ക് ആദ്യമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു പടം. ഷൂട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസം വൈകിട്ടാണ് ഇത് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ ആകെ ഒരു ഡൂം ലൈറ്റ്, ഒറ്റ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉപയോഗിച്ചുള്ളൂ. ബാക്കി വേറെ ലൈറ്റുകളും ഇല്ല. അതും 20 ഷട്ടർ സ്പീഡ്, 20 ഷട്ടർ സ്പീഡും ഫുൾ ഓപ്പണിലാണ് ഷൂട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു ഇത് കണ്ട ഉടനെ തന്നെ പൃഥ്വിരാജിന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അൻവർ ചെയ്തു എങ്കിലും രാജു ആണല്ലോ പ്രൊഡ്യൂസർ. രാജുവും ഷാജി നടേശനൊക്കെയാണ്. അവർക്ക് സന്തോഷ് സാറിന് എന്നെ ഓക്കെയാണ്, അവർക്ക് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. അതിനുശേഷം രാജുവായിട്ട് നല്ല ബന്ധമായി. രാജുവിൻ്റെ കല്യാണമൊക്കെ എന്നെ വിളിച്ചാണ് ചെയ്യിച്ചത്.